ബിഗ് ബോസ് മലയാളം സീസൺ 8 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കോൺട്രവേഴ്സി താരങ്ങൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ ഏകദേശം 6 കോൺട്രവേഴ്സി താരങ്ങളുടെ പേരുകളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ സീസണിൽ, അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 7ലും ഇതുപോലൊരു കോൺട്രവേഴ്സി താരങ്ങളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ നമ്മൾ 5 പേരുകൾ പറഞ്ഞതിൽ 2 പേരും ബിഗ് ബോസിൽ പങ്കെടുത്ത കണ്ടസ്റ്റൻസ് ആണ്. അതായത് ഒന്ന് രേണു സുധിയും അതുപോലെ ഇന്റർവ്യൂവർ ആയിട്ടുള്ള ശാരിക കെ ബിയും. ഇവർ രണ്ടുപേരും ബിഗ് ബോസിൽ പങ്കെടുത്ത കണ്ടസ്റ്റൻസും ആണ്. അപ്പോൾ ഈ ഒരു വർഷം ബിഗ് ബോസ് മലയാളം സീസൺ 8ല് ഏറ്റവും കൂടുതൽ പങ്കെടുക്കാനായിട്ട് സാധ്യതയുള്ള കോൺട്രവേഴ്സി താരങ്ങൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഞാൻ ഒന്നാമത്തെ പേര് പറയുന്നത്, അതായത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സിയിലൂടെ കണ്ടന്റുകൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന ജനങ്ങൾക്ക് ഒരുപാട് സുപരിചിതമായിട്ടുള്ള കുറച്ചധികം പേരുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് മറ്റാരുമല്ല, നമ്മുടെ കിച്ചു സുധി, അതായത് രാഹുൽ ദാസ് എന്ന് പറയുന്ന നമ്മുടെ സുധിച്ചേട്ടന്റെ മകനായിട്ടുള്ള കിച്ചു സുധി. ഈ പറയുന്ന രേണു സുധിയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തിരി കോൺട്രവേഴ്സീസ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ജനങ്ങൾക്ക് ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. ഈ ഒരു സമയത്ത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ അധികം ഈ പറയുന്ന കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യാതെ ഒതുങ്ങി മാറി നടന്ന കിച്ചു ഈ ഒരു സമയത്ത് കുറച്ചധികം ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് എത്തുന്നുണ്ട്. പുതിയൊരു ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ട് വരുന്ന എല്ലാവിധ പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും കിച്ചു ഇടം പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ രാഹുൽ ദാസ് എന്ന കിച്ചു സുധി ഈ പ്രാവശ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. ദെൻ അടുത്തതായിട്ട് രണ്ടാമത്തെ പേര് പറയുന്നത് മറ്റാരുമല്ല, രാഹുൽ ഈശ്വർ. ഈ ഒരു രാഷ്ട്രീയപരമായിട്ട് പല കാര്യങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചർച്ചകളിലൊക്കെ മെയിൻ സ്ട്രീം വാർത്താ ചാനലുകളിൽ നമുക്ക് രാഹുൽ ഈശ്വറിനെ കാണാനായിട്ട് സാധിക്കും. ഈ പറയുന്ന പോലെ രാഹുൽ ഈശ്വർ ഈ കഴിഞ്ഞ വർഷം തൊട്ട് പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഇടം പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു സീസൺ 8 വരുന്ന സമയത്തും എല്ലാവിധ പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും ആദ്യ പന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. അതുപോലെ തന്നെ ഒത്തിരി കോൺട്രവേഴ്സികൾ സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ടുണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന പോലെ രാഹുൽ ഈശ്വറും. ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. ദെൻ അടുത്തതായിട്ട് മൂന്നാമത്തെ പേര്, ബിഗ് ബോസ് എന്ന് കേൾക്കുമ്പോൾ ഈ ഒരു പേരുകൾ ഏകദേശം ഒരു 3 വർഷമായിട്ട് നമുക്ക് കേട്ടിട്ടുണ്ടാവും. മറ്റാരുമല്ല, നമ്മുടെ ജാസി. ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ 6 മുതൽ കേട്ടുവരുന്ന ഒരു പേരാണ് ജാസിയുടേത്. ഈ വർഷം ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് LGBTQIA കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ജാസി വരാനായിട്ടുള്ള സാധ്യത തീർച്ചയായിട്ടും നമുക്ക് മാറ്റിവെക്കാനായിട്ട് സാധിക്കില്ല. ഈ പറയുന്ന പോലെ എല്ലാവിധ പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും LGBTQ കാറ്റഗറിയിൽ നിന്ന് ജാസിയുടെ പേര് തന്നെയാണ് ഏറ്റവും ആദ്യം നിൽക്കുന്നത്. പുള്ളിക്കാരത്തി ഒരു ബിഗ് ബോസ് ഫാൻ കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വർഷം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. ദെൻ അടുത്തതായിട്ട് നാലാമത്തെ പേര് പറയുന്നത്, ഈ ഒരു പേര് എത്രത്തോളം ജനങ്ങൾ ഈ ഒരു സമയത്ത് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല, മറ്റാരുമല്ല നമ്മുടെ തൊപ്പി. ഈ പറയുന്ന പോലെ തൊപ്പിയെ ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തിരി കേസും കാര്യങ്ങളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒത്തിരി വാർത്തകൾ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ പോലീസ് കേസൊക്കെ എടുത്ത് ഇപ്പൊ തൊപ്പിയുടെ ചാനലൊക്കെ പൂട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും തൊപ്പി അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല എങ്കിൽ ഈ പറയുന്ന പോലെ തൊപ്പിയെ ബിഗ് ബോസ് മലയാളം സീസൺ 8 വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതുവരെയും തൊപ്പിക്ക് ഈ പറയുന്ന പോലെ എതിരായിട്ടുള്ള അറസ്റ്റ് വാറന്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഈ പറയുന്ന പോലെ ഇത്തരത്തിലൊരു കേസ് പേരിലുള്ളതിന്റെ പേരിൽ ബിഗ് ബോസിലേക്ക് വിളിക്കുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. ഈ പറയുന്ന പോലെ അടുത്ത പേര് ഞാൻ പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ സിനിമ റിവ്യൂവർ ആയിട്ടുള്ള അശ്വന്ത് കോക്കിന്റെ പേര് ഞാൻ പറയാനായിട്ടുള്ള കാരണം, ഈ പറയുന്ന പോലെ പല സമയങ്ങളിലും ഈ പറയുന്ന പുള്ളിക്കാരന്റെ സിനിമ റിവ്യൂ ഒരു കോൺട്രവേഴ്സിയിലേക്ക് പോവാറുണ്ട്. ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പ് മാധവ് സുരേഷ് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും ന്യായം അശ്വന്ത് കോക്കിന്റെ പേരിൽ തന്നെ ആയിരുന്നു. അപ്പോൾ പല സമയങ്ങളിലും സിനിമ റിവ്യൂ ആണ് ജോലിയെങ്കിലും ഈ പറയുന്ന പോലെ പല കോൺട്രവേഴ്സികളിലും അറിഞ്ഞോ അറിയാതെയോ വന്ന് പെടുന്ന ഒരു വ്യക്തിയാണ് അശ്വന്ത് കോക്ക്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. ദെൻ അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ ഏറ്റവും അവസാനത്തെ പേര് ഞാൻ പറയുന്നത് മറ്റാരുമല്ല, അശ്വനി A. നമ്മുടെ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷനിലൂടെ 1 കോടി രൂപ വരെ മാസാമാസം സമ്പാദിച്ചിരുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഒരുപാട് ചാനലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തി. ഈ പറയുന്ന പോലെ ഉണ്ടാക്കിയ പോലെ തന്നെ എല്ലാവിധ ചാനലുകളും ഈ പറയുന്ന മെറ്റ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു.
അപ്പൊ ഈ പറയുന്ന പോലെ 1 കോടി രൂപയോളം പ്രതിമാസം സബ്സ്ക്രിപ്ഷനിലൂടെ സമ്പാദിച്ചിരുന്ന അശ്വിനിയെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കോൺട്രവേഴ്സികൾ അല്ലെങ്കിൽ ഒരുപാട് ചർച്ചകൾക്ക് ഇരയായിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ 18 ഒരു ഓഡീഷൻ കോൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അശ്വിനിയെ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യത നമുക്ക് ഏറ്റവും കൂടുതലാണ്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ പ്രഡിക്റ്റ് ചെയ്യാവുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് അശ്വിനി എ. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് ഈ ഒരു വർഷം ഏറ്റവും കൂടുതൽ വരാനായിട്ടും ഈ ഒരു വർഷത്തെ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന കുറച്ച് ഈ പറയുന്ന കോൺട്രവേഴ്സി താരങ്ങളുടെ പേരുകളാണ് നമ്മൾ പറഞ്ഞത്. ഈ പറയുന്ന പോലെ കോൺട്രവേഴ്സികളിലൂടെ ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് വരുന്നത് ഒത്തിരി പേരാണ്. ഈ പറയുന്ന പോലെ ഈ രേണു സുധി, ശാരിക KB, നമ്മുടെ സീസൺ 5 വിന്നറായിട്ടുള്ള അഖിൽ മാരാർ, ഇവരെല്ലാവരും ബിഗ് ബോസ് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന കോൺട്രവേഴ്സികളുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. ഈ പറയുന്ന പോലെ ഒത്തിരി വൈറൽ താരങ്ങൾ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ലിസ്റ്റ് ഞാൻ ഇതിനു മുമ്പ് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പൊ ഈ പറയുന്ന പോലെ താല്പര്യമുള്ളവർ കയറി ആ വീഡിയോസ് ഒക്കെ കാണാം. നമ്മൾ ഈ പറയുന്ന പോലെ ബിഗ് ബോസിലേക്ക് ഏറ്റവും കൂടുതൽ വരാനായിട്ട് സാധ്യതയുള്ള 22 കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറയുന്ന പോലെ ഈ ഒരു വർഷം ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ബന്ധപ്പെട്ടുകൊണ്ട് പല ഈ പറയുന്ന ലിസ്റ്റുകളിലും ബിഗ് ബോസിന്റെ ഓരോരോ ഗ്രൂപ്പുകളിലും അത്തരത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന കുറച്ചധികം കോൺട്രവേഴ്സി താരങ്ങളുടെ പേരുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതിൽ നിന്ന് 1-2 പേര് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ രാഹുൽ ദാസ് എന്ന കിച്ചു സുധി, അടുത്തത് ജാസിൽ ജാസിയാണ്. ഈ 2 കണ്ടസ്റ്റൻസിനെ ഞാൻ ഈ ഒരു സീസണിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ആരൊക്കെയാണ് വരാനായിട്ട് പോകുന്നതെന്ന്. ഇവരല്ലാതെ മറ്റുള്ള കോൺട്രവേഴ്സി താരങ്ങളെ നിങ്ങൾക്ക് ആരെയൊക്കെ അറിയാം തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്